ഇത് എൻ്റെ A-level ആർട്ടിൻ്റെ സ്കെച്ച് ബുക്കാണ്. ഇയർ 12 ഫിനിഷ് ചെയ്ത സ്കെച്ച് ബുക്ക്. സോ ഇതിൽ എൻ്റെ തീം ഡിസ്റ്റോർഷൻ ആൻഡ് ഓർഡിനറി. നമ്മൾ അൺയൂഷ്വൽ തിങ്സ് എടുത്തിട്ട് അതിൻ്റെ ഡിസ്റ്റോർട്ടഡ് വേർഷൻ ആക്കല്. സോ ദിസ് ഈസ് എ തീം പേജ്. അതിൻ്റെ റൈറ്റിംഗ് ഉണ്ട്. ആ റൈറ്റിംഗ് എൻ്റെ റീസെർച്ചാണ്. ഇതിൻ്റെ തീമും പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും പിന്നെ അതിൻ്റെ സ്റ്റൈൽസിൻ്റെ റീസെർച്ച് എല്ലാം എടുത്ത. പഠനത്തോടൊപ്പമുള്ള വര. പക്ഷേ വരയെക്കുറിച്ചുള്ള പഠനവും വർണ്ണങ്ങളോടുള്ള സ്നേഹവും ഐന ഇതിനു മുൻപേ തുടങ്ങി. സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഐനയ്ക്ക് വരയും വർണ്ണങ്ങളും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. കൂടുതൽ വിശാലവും സർഗാത്മകവുമായ ആകാശം വേണമെന്ന് തോന്നിയപ്പോൾ സ്കൂളും കരിക്കുലവും മാറി. ഈ തീരുമാനം മതി ആ ചിന്തകൾ എത്രത്തോളം ഏകാഗ്രവും തീവ്രവുമാണെന്ന് മനസ്സിലാക്കാൻ. ഇത് ഒരു ക്ലേ പെയിന്റിങ്ങിന്റെ എക്സ്പെരിമെന്റ് ആണ്. സോ ഈ ക്ലേ പെയിന്റിംഗ് പറഞ്ഞാൽ ഈ ക്യാൻവസിന്റെ മുകളിൽ ആക്രിലിക് പെയിന്റും ക്ലേയും വെച്ചിട്ട് അത് മോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു എക്സ്ട്രൂഷൻ പോലെ ഉണ്ടാവും അത്. സോ ഇറ്റ് പോപ്സ് ഔട്ട് ഓഫ് ദ ക്യാൻവസ്. ആദ്യം ഞാൻ ഇതിൻ്റെ സ്കൾപ്ചർ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തു. മൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ പെയിന്റഡ് ദ ബാക്ക്ഗ്രൗണ്ട്, ദെൻ പെയിന്റഡ് ദ ഡീറ്റെയിൽസ്. മറ്റ് ചിത്രങ്ങളിലേക്ക് കൂടുതൽ പോകും മുൻപ് ഐനയുടെ കാർ പ്രേമവും ഫോർമുല 1 കാറോട്ടത്തിലുള്ള അടങ്ങാത്ത ആവേശവും അറിയണം. ഈ ചിത്രങ്ങൾ അതിന്റെ സാക്ഷ്യങ്ങളാണ്. ഫോർമുല 1 കാറോട്ടത്തിൽ പിറ്റ് സ്റ്റോപ്പിൽ മക്ലറൻ റെക്കോർഡിട്ട നിമിഷം ഐന വാട്ടർ കളറിൽ പകർത്തി. ജീവസുറ്റ ഈ ചിത്രം ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിലേക്ക് അയച്ചു. ബഹ്റൈനിലേക്കുള്ള ക്ഷണം ലഭിച്ച് അവിടെ എത്തിയ ഐനയ്ക്ക് ഇന്റർനാഷണൽ സർക്യൂട്ട് സിഇഒ സൽമാൻ ബിൻ ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് ആ ചിത്രം സമ്മാനിക്കാൻ അവസരം ലഭിച്ചു. അതുമാത്രമായിരുന്നില്ല സമ്മാനം. ബഹ്റൈനിൽ ഈ മെക്ലാറിന്റെ 1.8 സെക്കൻഡ് പിറ്റ് സ്റ്റോപ്പിന്റെ ഒരു ഇലസ്ട്രേഷൻ ചെയ്തു. പിറ്റ് സ്റ്റോപ്പ് പറഞ്ഞാൽ ഇത് ഫോർമുല 1 ടയേഴ്സിന്റെ വെയർ കൂടുമ്പോൾ ഇത് ടയേഴ്സ് മാറ്റും, അല്ലെ ഇവരുടെ ഫ്രണ്ട് വീക്കിന് ഡാമേജ് വന്നിട്ടുണ്ട്, അത് മാറ്റുന്നൊരു സംഭവം. അപ്പോൾ ഇത് 3 സെക്കൻഡ്സിൽ നടക്കുന്ന ഒരു 1.8 സെക്കൻഡ്സിൽ ചെയ്തു. വേൾഡ് റെക്കോർഡ് 2023 ഖത്തറിൽ അത് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ ഞാൻ വരച്ചു. പിന്നെ ഇമെയിൽ വെച്ചിട്ട് അതിൻ്റെ പിക്ചർ വെച്ചിട്ട് ഞാൻ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിലൊരു ഇമെയിൽ അയച്ചു. ആ ഇമെയിൽ അയച്ചിട്ട് ഐ ഗോട്ട് എ റെസ്പോൺസ് കിട്ടിയിട്ട് ദേ റിയലി ലൈക്ഡ് ഇറ്റ്. ദേ ഇൻവൈറ്റഡ് മീ ഓവർ ടു ദ സർക്യൂട്ട്. ഈ ഫോർമുല 1 വലിയ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ബിഹൈൻഡ് ദ സീൻസ് എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. സോ ഇവർ റേസ് കൺട്രോൾ റൂമും പിന്നെ ഈ ഫോർമുല 1 ട്രാക്കിൽ തന്നെ അവർ വണ്ടി എടുത്തിട്ട് നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ അവരെ ഈ എന്താ പറയുക 365 കിലോമീറ്റേഴ്സിൽ പോകുന്ന വണ്ടി വി വൺ സ്ലോലി, പക്ഷെ കാണാൻ നല്ല രസമാണ്. ഫാന്റസിയും ശാസ്ത്രവും ചേർന്നതാണ് ഐനയുടെ വർണ്ണലോകം. ഇല്ലസ്ട്രേറ്റീവ് ശൈലി, അക്രിലിക് ഓയിൽ, വാട്ടർ കളർ, കോഫി ഇങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഈ പെയിന്റിംഗ് ഇറ്റ് ഷോസ് ദ വണ്ടർ ഓഫ് ലോൺലിനെസ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, വി തിങ്ക് അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. അത് വെച്ചിട്ട് ഇറ്റ്സ് നോട്ട് ഓൾവേസ് സാഡ്. നമ്മളെപ്പോഴും സങ്കടപ്പെട്ട് ഇരിക്കുന്നില്ലല്ലോ. നമുക്ക് ചില സമയത്ത് സന്തോഷം ഉണ്ടാവും ഇങ്ങനെ ലോൺലിയായിട്ട് ഇരിക്കുമ്പോൾ. സോ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ ആക്കിയൊരു പെയിൻറ്റിങ്. സോ അതിൽ തന്നെ there's a lot of growth. So അതാ ഫ്ലവേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. You can see wonder in her eyes. And then ഇമാജിനേഷൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ വേൾഡ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യുദ്ധത്തിൽ വിജയിക്കുന്നവർക്കും ഭയപ്പാടുണ്ടാകും. മുന്നിലെ മൃതദേഹങ്ങളും രക്തപ്പുഴയും കാണുമ്പോൾ കണ്ണ് തുറക്കാനാകാതെ ഭയന്നു വിറയ്ക്കും. അതിശക്തമായ മാനസിക സമ്മർദ്ദമാണ് ഈ ചിത്രം ആവിഷ്കരിക്കുന്നത്. സോ ഇതിൻ്റെ പേരാണ് ബേണിംഗ് വില്ലേജ്. ഇത് വാറും ട്രാജഡിൻ്റെ ഒരു തീമായിട്ട് വരുന്നതാണ്. സോ ഇറ്റ്സ് അബൌട്ട് എ സോൾജർ ഹു കാൺറ്റ് ലുക്ക് അറ്റ് ദ ഹൊറർ ദാറ്റ് ഷീ ഈസ് ഡൺ. ഇത് എന്താ പറയുക, ഹ്യൂമൻ ഇൻ്റർപ്രിറ്റേഷൻ വെച്ചാൽ ഷീ ഈസ് കണ്ടീഷൻഡ് ഇൻ ടു ദ വാർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഹൊറർ കോസ് ചെയ്ത് ഷീ കാൺറ്റ് ലുക്ക് അറ്റ് ഇറ്റ്. അത് നോക്കാൻ പറ്റില്ല, ബിക്കോസ് ഷീ ഫീൽസ് വെരി സാഡൻഡ് അബൌട്ട് ഇറ്റ്. മലപ്പുറം എടക്കര സ്വദേശി ഷംസുദ്ദീന്റെയും കണ്ണൂർ തലശ്ശേരി സ്വദേശി ഖൈറുനീസ ഹംസയുടെയും മകളാണ് ഐന. BArc വിദ്യാർത്ഥി. വരയ്ക്കൊപ്പമുള്ള യാത്രയിൽ വായനയുമായി ഉമ്മ കൂടെയുണ്ടാകും. പെട്രോകെമിക്കൽ ബിസിനസ്സുകാരനാണ് ഷംസുദ്ദീൻ. ഇപ്പോൾ അജ്മാനിൽ താമസം. ബന്ധുക്കൾ ആരും ഇങ്ങനെയൊരു വഴിയിലൂടെ സഞ്ചരിച്ചിട്ടില്ല. കണ്ടും കേട്ടും സ്വന്തം ഭാവനയിൽ മെനഞ്ഞെടുത്തുമാണ് പഠനം. സ്കൂൾ അധ്യാപകരല്ലാതെ മറ്റാരും ഇതുവരെ പരിശീലിപ്പിച്ചിട്ടുമില്ല. ഫാമിലിയിൽ അങ്ങനെ ആരും വരക്കൂല. പക്ഷേ ചെറുതിൽ ഞാൻ വെറുതെ ഇങ്ങനെ പെൻസിലും പെന്നും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ കുത്തും, കൊമ്മയിൽ ഇതാക്കും. പിന്നെ ഇവൻച്വലി അതിങ്ങനെ ഇൻട്രസ്റ്റ് വന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട്
പിന്നെ ഞാൻ സ്കൂൾ മാറി അതിൻ്റെ കുറച്ചും കൂടി ഒരു ഗൈഡൻസ് കിട്ടി, എങ്ങനെയാ ആർട്ട് ഇങ്ങനെ ക്യാരി ചെയ്യാൻ, പിന്നെ എങ്ങനെയാ സർട്ടൻ മീഡിയംസ് സർട്ടൻ സ്റ്റൈൽസ് എല്ലാം എങ്ങനെ യൂസ് ചെയ്യാൻ, പിന്നെ എൻ്റെ ഒരു സ്റ്റൈലായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. അസാധാരണ നിമിഷങ്ങൾക്ക് ചിത്രങ്ങളിലൂടെ അപൂർവ ജീവൻ നൽകുക, ഇതാണ് അയനയുടെ ഇഷ്ടവിനോദം. നിറങ്ങൾക്കും വരകൾക്കുമൊപ്പം സംഗീതവുമുണ്ട്. ഭാവനയുടെ ഏതോ ലോകത്തു നിന്നും സ്വയം വികസിപ്പിച്ചെടുത്ത താളങ്ങൾ. മ്യൂസിക് എൻ്റെ ഒരു ഹോബിയാണ്, എൻ്റെ ഒരു റിലാക്സേഷൻ ടൂൾ അത്. സോ ഞാൻ പിയാനോ കളിക്കും, ഗിറ്റാർ കളിക്കും, യൂക്കുലേലി കളിക്കും, പിന്നെ ഇവൻച്വലി എനിക്ക് വയലിൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്. സോ അതെന്നെ നോക്കി ചെയ്യണം. മനുഷ്യ മനസ്സുകളിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളാണ് കലയും സംഗീതവുമെന്നാണ് അയനയുടെ പക്ഷം. ആശയങ്ങളും ഭാവനകളും അതേ തീവ്രതയിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. അതുകൊണ്ട് തന്നെ അയനയുടെ അയനം എപ്പോഴും നിറങ്ങൾക്കും സംഗീതത്തിനുമൊപ്പമാണ്. നിറങ്ങളുടെ നീലാകാശം പോലെ വിശാലമായ ഒരു ഭാവനാലോകം.